അപ്പം അതില് അകത്ത് ഫോൺ നല്ലോണം ഇല്ലാത്തോണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. വണ്ടി കൈ കാണിച്ചാൽ വെയില് ഇവിടെ മധുര വെയില് ഭയങ്കര കൂടുതലാ. ചൂട് മധുരയിലെ ചൂടെന്ന് പറഞ്ഞാൽ നാമക്കല്ല മധുര ഈ സ്ഥലത്തിലും ചൂടെന്ന് സഹിക്കാൻ പറ്റും. ചൂടായിരിക്കും. ഇവിടെ അകത്ത് കടയൊന്നുമില്ല, വെളിയിൽ പോകാൻ കഴിക്കണമെങ്കിൽ. ഞാൻ കണ്ണാടി വെച്ചേക്കൊണ്ട് ആരും ഒന്നും വിചാരിക്കില്ല, കണ്ണ് വയ്യ. ഇപ്പൊ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ യാത്ര വളരെ മനോഹരമായിരുന്നു. തുടക്കം മുതൽ 10 ദിവസം അടിച്ചു പൊളിച്ച് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും 16 ദിവസം ഹാൾട്ടായത് ഭ്രാന്തായി പോയി. ബോറടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ സ്ഥലത്ത് കിടന്ന് ഓരോ കണക്കത്തെ ഫുഡ്, ചപ്പാത്തി, ദാല്, റൈസ്, ദാല്. 4 മലയാളികൾ ഉണ്ടായിരുന്നു നമ്മുടെ ഹാൾട്ട് സമയത്ത്. അത് ആരും ഇല്ലാണ്ട് നമ്മൾ തന്നെയൊക്കെ പോയി പെട്ടുകഴിഞ്ഞ അവസ്ഥ. അതെ, അവിടെ നിന്ന് ബീഹാറിൽ പോയി. ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ 6 ദിവസം ബീഹാറിൽ ഒറ്റയ്ക്ക് 6 ദിവസം പൊടിക്കാറ്റുള്ള സമയമായിരുന്നു. അവിടെ ജാർഖണ്ഡ് പോയത് പിന്നെയും കുഴപ്പമില്ല. പ്രാവശ്യം വീഡിയോ കണ്ടത് ബീഹാർ അല്ല, ശരിക്കുള്ള ബീഹാർ. അത് മഴയത്ത് തണുത്ത കാലാവസ്ഥയിലുള്ള ബീഹാറാണ്. ഇവിടുത്തെ ചൂട് പച്ചപ്പായി. ഇപ്പോഴത്തെ എല്ലാം പച്ചപ്പായി. മറ്റേന്ന് പറഞ്ഞാൽ കരിഞ്ഞു ഉണങ്ങി മൊത്തം പൊടി. നമ്മളെ മണ്ണില്ലേ, മണ്ണിന്റെ കളറാ മൊത്തം. നമ്മുടെ വീഡിയോ ഉണ്ടല്ലേ, വെറുതെ നിൽക്കുന്ന കാറ്റിങ്ങനെ ക്വാളിറ്റി ഇല്ലെന്നേ ഉള്ളൂ. ആ വീഡിയോയ്ക്കകത്ത് കാണാം പശുവിനെയൊക്കെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റടിക്കും. അതുപോലെ പൊടി. ബീഹാറാണ് എന്നെ വെറുപ്പിച്ചത്. പിന്നെ നമ്മൾ ഡീസൽ പോയ ഒരു സംഭവം അതളിയും പറയണ്ടെന്ന് പറഞ്ഞു. എന്ത് പറയണ്ടെന്ന് ആന്ധ്രാപ്രദേശ്, സത്യം പറഞ്ഞാൽ നമ്മള് ബീഹാർ, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ എല്ലായിടത്തും പോയി. നമ്മൾ ടോളിൽ തന്നെ നോക്കാം. പക്ഷെ ആന്ധ്ര കണക്കൊരു നശിച്ച സ്ഥലം. കള്ളന്മാരെന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ടോളിൽ കൊണ്ടിട്ടിട്ട് അടുത്ത പമ്പ് വരെ പോകാനുള്ള ഡീസലെങ്കിലും ഇന്നത്തെ വെച്ചേക്കണ്ടേ. അത് ശരിയാണ്. നമ്മൾ നടന്നു പോയി വെച്ചാണ് നമ്മൾ അടിച്ചോണ്ട് പോയത്. വണ്ടി അറപ്പ് തുടങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അറപ്പ് തുടങ്ങി. നമ്മൾ എങ്ങനെയെങ്കിലും അടുത്തുള്ള പമ്പിൽ പോയി 5 കുപ്പിയിൽ കണ്ടു കഴിഞ്ഞാൽ പോലും ഉണ്ടല്ലോ, പോലീസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും പൈസ മേടിച്ചിട്ട് അവര് അല്ലെന്ന് പറയും. പലതരം അനുഭവങ്ങള്, ചെറിയ ആക്സിഡന്റ്, മോഷണം, ടയർ പഞ്ചർ, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ. അത് പിന്നെ മിക്കവാറുള്ള യാത്രയിലൊക്കെ സംഭവിക്കുന്നു. അപ്പൊ വണ്ടിയുടെ സെൻസർ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോ യാത്ര അങ്ങ് പോണു ഇങ്ങ് പോണു അല്ലേ. ഇതിന്റെ ഇടയ്ക്കുള്ള പല കാര്യങ്ങളും ആരും അറിയത്തില്ല. ഇതിനൊക്കെ ഇടയിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ട്, എന്തുമാത്രം നമ്മൾ അനുഭവിക്കുന്നു, എന്തൊക്കെ വഴിയിൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നു അല്ലേ. ഓരോ ട്രിപ്പിൽ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് പോയാൽ മനസ്സിലാവുന്നത്. അതെ. ഉഴുന്ന് വട നല്ല സോഫ്റ്റ് അല്ലേ. ഒരു മാസത്തിന്